കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആദരവ് പ്രഖ്യാപനം വെറും പാഴ്വാക്കായി മാറുന്നുവോ എന്ന ചോദ്യം സാംസ്കാരിക ലോകത്ത് ചർച്ചയാകുന്നു. നടി ശോഭന അടക്കം 3 പ്രമുഖർക്ക് പ്രഖ്യാപിച്ച ഡി.ലിറ്റ് ബിരുദം 4.5 വർഷം പിന്നിട്ടിട്ടും നൽകാൻ കഴിയാതെ സർവകലാശാല കുഴയുകയാണ്. 2021 ഇവർക്ക് ആദരവ് നൽകാൻ സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തത്. നർത്തകിയും നടിയുമായ ശോഭന, സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ N.P. ഉണ്ണി, കർണാടക സംഗീതജ്ഞൻ T.M. കൃഷ്ണ എന്നിവരെയാണ് ഡി.ലിറ്റ് നൽകി ആദരിക്കാൻ സർവകലാശാല തിരഞ്ഞെടുത്തത്. എന്നാൽ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇതിനായി ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ പോലും സർവകലാശാലയ്ക്ക് സാധിച്ചിട്ടില്ല എന്നത് വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിശയിപ്പിക്കുന്ന ഒരു വിശദീകരണമാണ് ഈ വിഷയത്തിൽ കാലടി സർവകലാശാലയിൽ നിന്ന് വരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഡി.ലിറ്റ് നൽകാൻ സാധിക്കാത്തതെന്ന് വൈസ് ചാൻസലർ കെ ഗീതാകുമാരി വ്യക്തമാക്കി. ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കാൻ ആവശ്യമായ പണം സർവകലാശാലയുടെ കൈവശമില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഒരു ഡി.ലിറ്റ് വിതരണ ചടങ്ങ് നടത്തുന്നതിന് കുറഞ്ഞത് 15 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ സർവകലാശാല നിലവിൽ സാമ്പത്തികമായി വലിയ കഷ്ടത്തിലാണെന്നും ഈ സാഹചര്യത്തിൽ ഇത്തരം ചടങ്ങുകളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നുമാണ് VCയുടെ നിലപാട്. ഭരതനാട്യത്തിലും ചലച്ചിത്ര രംഗത്തും ശോഭന നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകളെ മുൻനിർത്തിയാണ് അവർക്ക് ഡി.ലിറ്റ് പ്രഖ്യാപിച്ചത്.